പക്ഷെ ഈ പറഞ്ഞതുപോലെ അങ്ങ് ഭയങ്കര റിസൾട്ട് ഒന്നും എനിക്ക് അങ്ങനെ തോന്നിയില്ല. അപ്പൊ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് വീണ്ടും ഒരു വൈറൽ പ്രോഡക്റ്റ് ആണ്. അതായത് മറ്റേ ദിയ കൃഷ്ണ വൈറലാക്കിയ ഒരു സോപ്പ്, അതായത് കോട്ടക്കൽ ആയുർവേദശാലയുടെ ഈ ഒരു സോപ്പാണ്. ഇത് ഞാൻ 4 എണ്ണമുള്ള പാക്കാണ് വാങ്ങിച്ചത്. 4 എണ്ണത്തിന് 150 രൂപ. 4 എണ്ണം ഇത് ബൈ 3 ഗെറ്റ് 1 ഫ്രീ എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ ഞാൻ 2 എണ്ണം യൂസ് ചെയ്ത്, രണ്ടാമത്തെയാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. ഒന്ന് ഞാൻ വീട്ടിൽ പോയപ്പോൾ ഇട്ടിട്ട് വന്നു, ആൻഡ് മൂന്നാമത്തെ ഇത് തന്നെ ഉണ്ട്. ഈ ഒരു സോപ്പിനെ കുറിച്ച് എനിക്ക് പറയാനാണെങ്കിൽ, എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് സോപ്പ് യൂസ് ചെയ്യാൻ പറ്റില്ല. എനിക്ക് ഷവർ ജെല്ലാണ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം എൻ്റെ നല്ല ഡ്രൈ സ്കിൻ ആയതുകൊണ്ട് എനിക്ക് യൂസ് ചെയ്യാൻ പറ്റൂല. അപ്പം ഞാൻ അതുകൊണ്ട് സോപ്സ് അധികം യൂസ് ചെയ്യാറില്ല. പക്ഷേ ഇതിങ്ങനെ റിവ്യൂസ് ഒക്കെ കണ്ടതുകൊണ്ട് ഞാൻ വായിച്ചു നോക്കി, ഉപയോഗിച്ച് നോക്കാമെന്നൊക്കെ ഉദ്ദേശിച്ച് വാങ്ങിച്ചതാണ്. കുഴപ്പമില്ലാന്ന് തോന്നുന്നു. പക്ഷെ ഇത് ഒന്നുകൂടെ സ്കിന്നെ ഡ്രൈ ആക്കുന്നുണ്ട്. പക്ഷെ ഒരു മോയ്സ്ചറൈസർ ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കുഴപ്പമില്ലാന്ന് തോന്നുന്നുണ്ട്. ഫസ്റ്റ് ഒരു സോപ്പ് ഫുള്ള് യൂസ് ചെയ്തിട്ട് എനിക്ക് അങ്ങനെ വലിയ ചേഞ്ചസ് ഒന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. രണ്ടാമത്തെ ഇപ്പം ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെ യൂസ് ചെയ്യുമ്പോൾ പ്ലസ് എൻ്റെ സ്കിൻ കെയറും കൂടി ഉണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ എനിക്ക് ഒരു ചെറിയ ഒരു പിഗ്മെന്റേഷൻ ഒരു ഇച്ചിരി ഒന്ന് കുറയുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. കുഞ്ഞുങ്ങൾക്ക് ഇത് പറ്റുള്ളൂ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പറ്റുമോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം നല്ലപോലെ കണ്ണില്ലേ, എൻ്റെ കണ്ണ് നല്ലപോലെ. ഇതിന്റെ pH എന്തോ കൂടുതലാണെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ അത് കുഴപ്പമില്ലാന്ന് ഡോക്ടേഴ്സ് തന്നെ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് അറിഞ്ഞുകൂടാ അതിന്റെ സത്യാവസ്ഥ എത്രത്തോളം ആണെന്ന്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഭയങ്കര മൈൽഡ് സ്മെല്ലാണ്. അങ്ങനെ ഇറിറ്റേഷൻ വെക്കുന്ന സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും ഇല്ല. കുഞ്ഞുമക്കൾക്ക് എന്തൊക്കെ ഇത് ഡ്രൈ ആക്കിയിട്ടുണ്ടെന്ന് ഞാൻ ഇങ്ങനെ റിവ്യൂ കണ്ട്. അപ്പം ഡ്രൈ സ്കിന്നിന് ഉള്ള കുഞ്ഞുങ്ങൾക്ക് യൂസ് ചെയ്യുമോ എന്നുള്ളതൊക്കെ നിങ്ങൾ ചോദിച്ച് നല്ല രീതിയിൽ അറിഞ്ഞിട്ട് ഡോക്ടേഴ്സിനെ ചോദിച്ചിട്ട് യൂസ് ചെയ്യുക. അപ്പം എന്തായാലും കുഴപ്പമില്ല, കൊള്ളാം. ഫേസിൽ വരെ നമുക്ക് യൂസ് ചെയ്യാം. ഫേസിൽ ഒരു ചെറിയ ഡിഫറൻസ് ഒക്കെ വന്ന് തുടങ്ങുന്നുണ്ട്. അപ്പോൾ ട്രൈ ചെയ്യേണ്ടവർ ട്രൈ ചെയ്തു.